നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കുംനാഥൻ സാക്ഷി, ദേവതമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ഇനി അടുത്ത പൂരം വരെ കാത്തിരിപ്പ്. അടുത്ത വർഷത്തെ തൃശൂർ പൂരം 2025 മെയ് 6-ന്. തീയതി തീരുമാനിച്ചത് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ സംയുക്തമായി. തൃശൂർ പൂരത്തിലുണ്ടായ പ്രതിസന്ധി പൂരപ്രേമികളെ വലച്ചു. വെടിക്കെട്ട് നടന്നത് രാവിലെ 7 മണിയോടെ. പോലീസിന്റെ ബലപ്രയോഗം അതിരുവിട്ടതോടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചു. പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ജുഡീഷ്യറി അന്വേഷണം നടത്തണമെന്ന് കെ മുരളീധരൻ. കാളി ദാരിക യുദ്ധത്തിന്റെ നേർക്കാഴ്ച കാണികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം സമാപിച്ചു. കാളിയെ പേടിച്ചോടി ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് ആദ്യ ദിവസത്തെ ചടങ്ങുകൾ അവസാനിച്ചത്. ഞായറാഴ്ച രാവിലെ പ്രതീകാത്മക ദാരിക വധത്തോടെ കാട്ടകാമ്പാൽ പൂരാഘോഷത്തിന് കൊടിയിറങ്ങും. പുന്നയൂർ പഞ്ചായത്ത് മന്ദലാംകുന്ന് ബീച്ചിൽ കുട്ടികൾക്കുള്ള പാർക്ക് അവധി ദിനങ്ങളിലും അടഞ്ഞുകിടക്കുന്നു. നവീകരണത്തിന്റെ പേരിലാണ് പാർക്കിന്റെ പ്രവർത്തനം സ്തംഭിച്ചത്. പ്രതിഷേധം ശക്തം. കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനു കൂടിയുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ദില്ലിയിൽ EDയുടെ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പരിഭവിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇരട്ടത്താപ്പെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം. വിശദമായ വാർത്തയിലേക്ക്. പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ നേർക്കുനേർ നിന്ന് ഉപചാരം ചൊല്ലി. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ വന്ന് ഇനി അടുത്ത പൂരത്തിനു വരാമെന്ന വാക്കിൽ അവർ പിരിഞ്ഞു. ഒരാണ്ടിലേക്ക് ഓർമ്മിക്കാൻ തന്ന കാഴ്ചയുടെയും കേൾവിയുടെയും വിരുന്നിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കാഴ്ച കാണാൻ നിന്ന വടക്കുംനാഥനും പൂരപ്രേമികളും നേർക്കുനേർ നിന്ന് യാത്ര പറഞ്ഞു. അതിനുശേഷം പകൽ വെടിക്കെട്ടും പൂരക്കഞ്ഞി വിതരണവും ഉണ്ടായി. അടുത്ത വർഷത്തെ തൃശൂർ പൂരം 2025 മെയ് 6-നാണ്. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്നാണ് തീയതി തീരുമാനിച്ചത്. പുലർച്ചെ നടക്കേണ്ടിയിരുന്ന പ്രധാന വെടിക്കെട്ട് രാവിലെ നടന്നത് മാറ്റി നിർത്തിയാൽ പൂരം കേമമായി പൂരപ്രേമികൾ വീടുകളിലേക്ക് മടങ്ങി. രാവിലെ 8:30-നാണ് 15 ആനകളെ അണിനിരത്തി പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരുവമ്പാടി വിഭാഗം ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങിയത്. തുടർന്ന് നായ്ക്കനാൽ മുതൽ ശ്രീമൂലസ്ഥാനം വരെ ലഘു കുടമാറ്റം നടന്നു. ഉച്ചയോടെ ശ്രീമൂലസ്ഥാനത്തെത്തി. പാറമേക്കാവ് വിഭാഗം 8:30-നാണ് പഞ്ചവാദ്യ പാണ്ടിമേള അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. 15 ആനകൾ അണിനിരന്നു. പാണ്ടിമേളക്കൊഴുപ്പോടെ എഴുന്നള്ളിപ്പ് ശ്രീമൂലസ്ഥാനത്തെത്തി. തുടർന്ന് മേളം കലാശിച്ച ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റിയ ഗജരാജന്മാർ മുഖാമുഖം നിന്നു. തുടർന്ന് അടുത്ത മേടമാസത്തിലെ പൂരത്തിന് കാണാം എന്നു വാക്കു നൽകി ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറഞ്ഞു. ആനകൾ തുമ്പി ഉയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്തു. വടക്കുംനാഥൻ സാക്ഷിയായി ദേവതമാർ യാത്ര പറഞ്ഞതോടെ ഇനി 1 വർഷത്തെ കാത്തിരിപ്പാണ് പൂരപ്രേമികൾക്ക്. ന്യൂസ് ഡെസ്ക് CCTV. തൃശൂർ പൂരത്തിലുണ്ടായ പ്രതിസന്ധി പൂരപ്രേമികളെ വലച്ചു. പോലീസിന്റെ ബലപ്രയോഗം അതിരുവിട്ടതോടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചു. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രകോപനമായതെന്നറിയുന്നു. ഇന്നലെ രാത്രി 1:30-യോടെയാണ് സംഭവം. ഇതോടെ പഞ്ചവാദ്യക്കാർ വടക്കുംനാഥ ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ വെച്ച് പിരിഞ്ഞുപോയി. ആനകളും പൂരപ്രേമികളും മടങ്ങി. നടുവിലാലിലെ പൂരപ്പന്തലിന്റെ ലൈറ്റണച്ച് തിരുവമ്പാടി പ്രതിഷേധമറിയിച്ചു. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം സംഭവം. പാറമേക്കാവിലമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ഒരാനയെയും ഏതാനും മേളക്കാരെയും മാത്രം കടത്തിവിട്ടതും വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ഇന്നലെയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ മഠത്തിൽ വരവിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പൂരപ്രേമികളെ പിടിച്ചുതള്ളുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയിൽ എഴുന്നള്ളിപ്പിനിടെ വാദ്യക്കാരെയും ആനകളെയും തടഞ്ഞതാണ് വീണ്ടും പ്രശ്നമായത്. പൂരം വെടിക്കെട്ടിനു വേണ്ടി ഒരുക്കിയ ബാരിക്കേഡാണിത്. തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതോടെ വെടിക്കെട്ടിന്റെ കാര്യവും അനിശ്ചിതത്വത്തിലായി. തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടവും തിരുവമ്പാടി വിഭാഗവുമായി ചർച്ചകൾ നടത്തി. വെടിക്കെട്ട് നടത്തുമെന്നും എന്നാൽ എപ്പോൾ നടത്താൻ കഴിയുമെന്ന് പറയാനാവില്ലെന്നും പുലർച്ചെ 5 മണിയോടെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിലപ്പോൾ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ ശേഷമാകും നടത്താൻ സാധിക്കുക. ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തി സമയം തീരുമാനിക്കുമെന്നും തിരുവമ്പാടി വിഭാഗം അറിയിച്ചു. ഇതിനിടെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് 6:30-ന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മന്ത്രി കെ രാജൻ വീണ്ടും നടത്തിയ ചർച്ചയിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ടിനു ശേഷം വെടിക്കെട്ട് നടത്താൻ തയ്യാറാണെന്ന് തിരുവമ്പാടി വിഭാഗം അറിയിച്ചു. തീരുമാനം വന്നതിനു പിന്നാലെ അണച്ച പന്തൽ തെളിയിച്ചു.
തുടർന്ന് 7 മണിക്ക് ശേഷമാണ് ഇരുവിഭാഗവും വെടിക്കെട്ട് നടത്തിയത്. പൂരം പ്രതിസന്ധിയെ തുടർന്ന് നിരവധി പൂരപ്രേമികളാണ് വെടിക്കെട്ട് കാണാനാകാതെ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് CCTV. പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ജുഡീഷ്യറി അന്വേഷണം നടത്തണമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കി BJPക്ക് വോട്ട് മറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പൂരപ്പറമ്പിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ ബാരിക്കേഡ് കെട്ടിത്തിരിച്ച പോലീസ് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരെ ലാത്തിചാർജ് നടത്തുകയായിരുന്നു. സത്യത്തിൽ ജനങ്ങൾ ആത്മസംയമനം പാലിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? പോലീസുകാരെ ആരാ ഇങ്ങനെ കയറൂരി വിട്ടത്? പോലീസിനെ നിയന്ത്രിക്കാൻ ഇവിടെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവരെ നിയന്ത്രിച്ചില്ല? ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണോ എന്ന സംശയമുണ്ട്. മുരളി പറഞ്ഞു. പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് കെട്ടി. തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരെ ലാത്തിചാർജ് ചെയ്തു. ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസംയമനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയായിരുന്നു തൃശ്ശൂർ? ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറൂരി വിട്ടെ? പോലീസിനെ നിയന്ത്രിക്കാൻ ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട്, സംസ്ഥാന ഭരണകൂടമുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ നിയന്ത്രിച്ചില്ല? കണ്ടെടുത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധപൂർവ്വം സംശയം. ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിന്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താണെന്ന് ചോദിച്ച UDF സ്ഥാനാർത്ഥി ബ്രഹ്മസ്വം മഠത്തിന്റെ മുന്നിൽ വെച്ച് കമ്മീഷണറുടെ ചില നടപടികൾ താൻ തന്നെ നേരിട്ട് കണ്ടിരുന്നതായും വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിന്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു. ഇന്നലെ ബ്രഹ്മസ്വം മഠത്തിന്റെ മുമ്പിൽ വെച്ച് വെറുതെ ആളുകളെ ചീത്ത പറയുക, പ്രകോപിപ്പിക്കുക. പകൽ വെടിക്കെട്ടിൽ എല്ലാ പുലിമയും നഷ്ടമായി. സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് BJPക്ക് മറിച്ചുകൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നും നടുവേദന എന്ന് പറഞ്ഞ് പൂരത്തിനെത്താത്ത സുരേഷ് ഗോപി രാവിലെ മന്ത്രി വിളിച്ച യോഗത്തിനെത്തിയതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് അതാണെന്നും പ്രശ്നപരിഹാരം നേരത്തെ നടത്താത്ത മന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും മുരളി കുറ്റപ്പെടുത്തി. ഇന്ന കാലത്തൊരു ചർച്ച വെച്ചു. ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ടത്? ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് BJPക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടാക്കി. ഇന്നലെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരപ്പറമ്പിൽ പോലും കാലത്തൊന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരസുഖം ഇല്ലാണ്ടെന്ന് കാലത്ത് ഇന്നലെ വന്ന് നടുവേന എന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല എന്ന ആളുണ്ട്. പെട്ടെന്ന് പുലർച്ചെ ചർച്ചയ്ക്ക് വരുന്നു. അപ്പോൾ ഇത് ആവശ്യത അതിന് പൂരത്തിനെ കരുവാക്കാൻ പാടില്ലേ? CCTV ന്യൂസ് കേച്ചേരി. മറ്റു വാർത്തകളിലേക്ക്. ഇയാലിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശികളായ അരിപ്പറമ്പിൽ വീട്ടിൽ 41 വയസ്സുള്ള മുരളി, വാക്കുളങ്ങര വീട്ടിൽ 43 വയസ്സുള്ള അക്ബർ എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1,95,000 രൂപ വില വരുന്ന കേബിളുകളാണ് പ്രതികൾ മുറിച്ചുകടത്താൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പെരുമ്പിലാവ് കേച്ചേരി റോഡിലെ ഇയാൽപ്പാടത്തിന് സമീപത്ത് സ്ഥാപിച്ച കേബിളുകളാണ് പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കേബിളുകൾ ഡൗൺ ആകുന്നത് മാനേജറുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കേബിൾ മുറിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ് കുന്നംകുളം. ചാവക്കാട് തെക്കൻ പാലയൂരിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് കവർച്ച. തെക്കൻ പാലയൂർ കറുപ്പം വീട്ടിൽ മൊയ്തുണ്ണിയുടെ ഭാര്യ ഖൈറുന്നിസയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 2.5 പവന്റെ വളയും 1/2 പവന്റെ മോതിരവും കമ്മലുകളുമാണ് നഷ്ടപ്പെട്ടത്. പെരുന്നാൾ ദിനത്തിൽ വിരുന്നു പോയിരിക്കുകയായിരുന്ന കുടുംബം തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന നിലയിൽ കണ്ടത്. അലമാരകളെല്ലാം വലിച്ചിടുകയും അകത്ത് മുളകുപൊടി വിതറിയിരിക്കുകയുമായിരുന്നു. തുടർന്നുള്ള പരിശോധനയിലാണ് സ്വർണം നഷ്ടപ്പെട്ടത് വ്യക്തമായത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാലയൂർ മേഖലയിൽ പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ സമാന രീതിയിലുള്ള മോഷണം വ്യാപകമാവുകയാണെന്നും എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കാളിദാരിക യുദ്ധത്തിന്റെ നേർക്കാഴ്ച കാണികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം സമാപിച്ചു. കാളിയെ പേടിച്ചോടി ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് പൂരത്തിന് സമാപനമായത്. ഞായറാഴ്ച രാവിലെ പ്രതീകാത്മക ദാരിക വധത്തോടെയാണ് പൂരാഘോഷത്തിന് കൊടിയിറങ്ങുക. പൂരദിവസമായ ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. യുദ്ധത്തിന് വിഘ്നം സംഭവിക്കാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തി. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ദേശം ചുറ്റി വൈകിട്ട് ക്ഷേത്രപരിസരത്ത് ആനകൾ അണിനിരന്നു. 30ഓളം ആനകൾ കൂട്ടിയെഴുന്നള്ളിപ്പിനെത്തി. തുടർന്ന് ആദ്യം ദാരികരും പിന്നീട് കാളിയും ക്ഷേത്രത്തിലെത്തി. ദാരികനെ തേടി പൂരപ്പറമ്പിൽ ഓടി നടന്ന കാളി കാണികളെ ഭയപ്പെടുത്തി. ഒടുവിൽ തേരിലേറി മതിലകത്തേക്ക് പടനയിച്ച കാളിയും ദാരികരും ആദ്യം ആംഗ്യത്തിലും പിന്നീട് വാക്പോരും നടത്തിയും യുദ്ധത്തിന് തുടക്കമിട്ടു. കാളിയെ പേടിച്ച് ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിച്ചു. ഞായറാഴ്ച പുലർച്ചെ പാലക്കൽ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി തേരിലേറി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികരും ആദ്യം വാക്പോര് നടത്തും. കാളിയെ പേടിച്ചോടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കാട്ടകമ്പാൽ പൂരാഘോഷത്തിന് ആവേശമായി ഇനി പെങ്ങാമുക്കിന്റെ പൂരവും. കാട്ടകമ്പാൽ പൂരത്തിന് പുതുചരിത്രം കുറിച്ചാണ് ഇത്തവണ ആദ്യമായി പെങ്ങാമുക്ക് ദേശവും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത്. ക്ഷേത്രനടയിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ആദ്യ പൂരമാകും പെങ്ങാമുക്ക് ദേശത്തിന്റേത് എന്ന പ്രത്യേകതയുമുണ്ട്. കോതച്ചിറ മണികണ്ഠൻ നേതൃത്വം നൽകിയ തകിൽ നാഗസ്വരമാണ് ഇത്തവണ പെങ്ങാമുക്ക് ദേശം എഴുന്നള്ളിച്ചത്. കരിച്ചാൽക്കടവിൽ നിന്നും ആർപ്പുവിളികളോടെ തുടങ്ങിയ തകിൽ വാദ്യത്തിന് ദേശത്തെ നിരവധി പേർ അകമ്പടിയായി. പെങ്ങാമുക്ക് പീഡികേശ്വരത്തപ്പന്റെ മണ്ണിൽ നിന്നും കാട്ടകാമ്പാൽ അമ്മയുടെ മടിത്തട്ടിലേക്ക് എന്ന സന്ദേശവുമായാണ് നാട്ടിലെ ചെറുപ്പക്കാർ പൂരം എഴുന്നള്ളിക്കാൻ തയ്യാറായത്. കാട്ടകമ്പാൽ ക്ഷേത്രം ഭാരവാഹികളുടെ സമ്മതം ലഭിച്ചതോടെ പൂരക്കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അടുത്ത വർഷം മുതൽ കൂടുതൽ വിപുലമായ രീതിയിൽ പൂരം കൊണ്ടുപോകുമെന്ന് പെങ്ങാമുക്ക് ദേശം പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കൊമ്പൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ പതിവ് തെറ്റിക്കാതെ കണ്ണനെ വണങ്ങാനെത്തി. തൃശൂർ പൂരം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വർഷങ്ങളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ബ്രഹ്മദത്തൻ പോകാറ്. ഉടമ പല്ലാട്ട് ആനന്ദകൃഷ്ണൻ ബ്രഹ്മദത്തനു വേണ്ടി നാണയക്കിഴി സമർപ്പിച്ചു. പഴം, പഞ്ചസാര, കളഭം എന്നിവ ഷീട്ടാക്കി ബ്രഹ്മദത്തൻ കിഴക്കേ ഗോപുരത്തിനു മുന്നിൽ തുമ്പി ഉയർത്തി ഗുരുവായൂരപ്പനെ വണങ്ങി. ഗ്രാമീണ പത്രപ്രവർത്തകൻ ചേറ്റുവ വി. അബ്ദു നിര്യാതനായി 78 വയസ്സായിരുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചേറ്റുവ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. നൂറ്റാണ്ടിലധികമായി പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. റഫീഖ്, ഷംസുദ്ദീൻ, ഷുക്കൂർ, സുഹറ, ബീന എന്നിവർ മക്കളാണ്. ചാവക്കാട് പ്രസ് ക്ലബ് മുതിർന്ന അംഗവും ഗ്രാമീണ പത്രപ്രവർത്തകനുമായ വി. അബ്ദുവിന്റെ നിര്യാണത്തിൽ ചാവക്കാട് പ്രസ് ക്ലബ് അനുശോചിച്ചു. ഓൾ കേരള സയൻസ് ടെക്നിക്കൽ എക്സിബിഷനിൽ 2ാം വിഭാഗം സ്റ്റിൽ മോഡൽ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ അദീന റോസിന് ആദരം. വേലൂർ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ ജോയ് CF, പൊതുപ്രവർത്തകരായ KG ഗോപിനാഥ്, പ്രദീപ് KV, ശശിധരൻ KG എന്നിവരും നാട്ടുകാരും ചേർന്നാണ് അനുമോദിച്ചത്. ജനുവരി 15, 16 തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ടെക്നിക്കൽ എക്സിബിഷനിലാണ് അദീന നേട്ടം കൈവരിച്ചത്. എയ്യാൽ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിയായ അദീന ഏപ്രിൽ 22, 23 തീയതികളിൽ ദുബായ് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുക്കും. സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ കുട്ടികളുടെ മാനസിക പിരിമുറുക്കം കുറച്ച് ഉല്ലാസവും ആനന്ദവും ആശ്വാസവും ലഭിക്കുവാൻ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയം ഉൾക്കൊള്ളിച്ച് സ്ട്രെസ് റിലീസ് എന്ന വിഷയത്തിലാണ് സ്റ്റിൽ മോഡൽ അവതരിപ്പിച്ചത്. വെള്ളാറ്റഞ്ഞൂർ പൊറത്തൂർ വിൻസെന്റ്, ജീന ദമ്പതികളുടെ മകളാണ് അദീന. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിന്റെ പുതിയ KG ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച രാവിലെ 9:30 നടക്കും. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ശിലാസ്ഥാപനം നിർവഹിക്കും. വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യവും ഉണ്ടാകും. വേലൂർ ചുങ്കം തയ്യൂർ എരുമപ്പെട്ടി പാതയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു. റോഡിലെ ഓവുചാലിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്.
നൂറുകണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളിലും കവറുകളിലുമെല്ലാമായാണ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. മാലിന്യം നിറഞ്ഞു കവിഞ്ഞ് റോഡരികിലേക്കും റോഡിലും പരന്നുകിടക്കുന്ന അവസ്ഥയിലാണ്. തയ്യൂർ വെള്ളാറ്റഞ്ഞൂർ പ്രദേശവാസികൾക്ക് മെഡിക്കൽ കോളേജിലേക്കുള്ള എളുപ്പവഴിയുമാണിത്. അറവു മാലിന്യങ്ങളുടെയും മാംസാവശിഷ്ടങ്ങളുടെയും സ്ഥിര നിക്ഷേപ കേന്ദ്രമാണിവിടം. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡുകൾ ഉണ്ടായിട്ടും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചാണ് മാലിന്യം തള്ളുന്നത്. ഇതുമൂലം തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രി യാത്രക്കാർക്കു നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണവുമുണ്ടായി. നിരവധി ആളുകൾ രാവിലെ പ്രഭാത സവാരിക്കും മറ്റും സഞ്ചരിക്കുന്നത് ഈ വഴിയാണ്. വേലൂർ വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് മെഡിക്കൽ കോളേജ്, തയ്യൂർ, എരുമപ്പെട്ടി എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന വഴി കൂടിയാണിത്. മഴക്കാലം വരാനിരിക്കെ നീരൊഴുക്കിന് തടസ്സമാകുന്ന രീതിയിലാണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. CCTV ന്യൂസ്, വേലൂർ. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെ കൂടിയുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുന്നൂർകുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം ആൽത്തറയിൽ ചേർന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണെന്നും അത് കോവിഡ് കാലത്ത് കേരളീയർ തെളിയിച്ചതാണെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്തുവാനുള്ള തെരഞ്ഞെടുപ്പാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് രാഹുൽ ഗാന്ധി കേന്ദ്ര ഗവൺമെന്റ് EDയെയും മറ്റും ദുരുപയോഗം ചെയ്യുന്നതിനെതിരായ പ്രമേയത്തിൽ ഡൽഹിയിൽ ഒപ്പുവെക്കുകയും കേരളത്തിൽ വന്ന് പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത്. പാവങ്ങളുടെയും അടിച്ചമർത്തുന്നതിന്റെയും കർഷകരുടെയും ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള LDF MPമാർ ഡൽഹിയിൽ ഉണ്ടാകണം. It is the BJP RSS government at the center which is systematically attacking the basic values of our constitution. My dear sisters and brothers, it is the first time in India's history are being attacked by the government which swore by the constitution of India to serve India. കർഷക സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമരരംഗത്തേക്ക് വിവിധ മുഖ്യമന്ത്രിമാരും MPമാരും എത്തിയെങ്കിലും കേരളത്തിലെ UDF MPമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും RSS BJP നേതാക്കളുമായി പാർലമെന്റ് ക്യാന്റീനിൽ ചായ കുടിച്ച് സമയം കളഞ്ഞെന്നും വൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. പക്ഷേ കേരള MP from Lok Sabha, UDF MP from Lok Sabha, sitting in the canteen of Parliament drinking chai. Next to them was Suresh Gopi. പൊന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ സംസാരിച്ചു. KS പ്രദീപ് വൃന്ദ കാരാട്ടിന്റെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തി. PT പ്രവീൺ പ്രസാദ് സ്വാഗതവും CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി V അപ്പുമാസ്റ്റർ നന്ദിയും പറഞ്ഞു. NK അക്ബർ MLA, TT ശിവദാസൻ, ഷീജ പ്രശാന്ത്, TV സുരേന്ദ്രൻ, C സുമേഷ്, റഹീം വീട്ടിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, ഗീതാഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുയോഗത്തിനു മുന്നോടിയായി വിവിധയിടങ്ങളിൽ നിന്നായി വാദ്യമേളത്തിന്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടുകൂടി തിരഞ്ഞെടുപ്പ് റാലിയും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നൂർകുളം. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് തൃശൂർ പൂരം കുളമാക്കിയെന്ന് K മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. പൂരം എക്സിബിഷൻ മുതൽ അട്ടിമറി ശ്രമം തുടങ്ങിയിരുന്നു. വെടിക്കെട്ട് സമയത്ത് പോലീസ് കാണിച്ചത് ശുദ്ധ തോന്നിവാസമാണ്. ബ്രഹ്മസ്വ മഠത്തിൽ പോലീസ് സീൻ ഉണ്ടാക്കിയതിന് താൻ സാക്ഷിയാണ്. വെടിക്കെട്ട് മുടങ്ങിയതിന് സർക്കാരാണ് ഉത്തരവാദി. ഇത്തവണ വെടിക്കെട്ടിന്റെ പൊലിമ നഷ്ടപ്പെട്ടു. പകൽ വെടിക്കെട്ടും രാത്രി പൂരവും എന്ന സ്ഥിതിയാക്കിയത് സർക്കാരാണ്. പൂരം അട്ടിമറി അന്വേഷിക്കണം. പോലീസിനെ കയറൂരിവിട്ടത് എന്തിനെന്നും അന്വേഷിക്കണം. പൂരം അട്ടിമറിച്ച് BJPക്ക് വോട്ടുണ്ടാക്കാൻ ശ്രമിച്ചതാണോ എന്ന് സംശയമുണ്ട്, മുരളി പറഞ്ഞു. മുഖ്യമന്ത്രിയും സർക്കാരുമുള്ളയിടത്ത് പോലീസ് ഇങ്ങനെ അഴിഞ്ഞാടുമോ എന്ന് ചോദിച്ച മുരളീധരൻ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. UDF നേതാക്കളായ RV അബ്ദുറഹീം, KV ഷാനവാസ് എന്നിവരും മുരളീധരനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പോലീസ് എന്തടിസ്ഥാനത്തിലാണ് ഈ ബാരിക്കേഡ് വെച്ച് ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നാണ് മനസ്സിലാവാത്തത്. എല്ലാ
സമയത്ത് ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടായി. ഒടുവിൽ ചെറിയ ഒരു ലാത്തി ചാർജ് ഉണ്ടായി. ഈ സത്യത്തിൽ ജനക്കൂട്ടം ആത്മസംയമനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഇങ്ങനെയല്ല സംഭവിക്കും. ജനം ആത്മസംയമനം പാലിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വിളക്ക് പിടിച്ച ജീവനക്കാരെ പോലീസ് ഉന്തി മാറ്റി. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഗുരുവായൂരിൽ പര്യടനം നടത്തി. UDF മണ്ഡലം ചെയർമാൻ OKR മണികണ്ഠന്റെ നേതൃത്വത്തിൽ പാലൂർ പള്ളി പരിസരത്ത് നെൽക്കതിരും മധുരവും ഷാളും നൽകി കെ മുരളീധരനെ സ്വീകരിച്ചു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ആദ്യ സ്വീകരണം എടപ്പുള്ളിയിൽ എരിങ്ങത്തയിൽ പറമ്പിൽ നൽകി. തുടർന്ന് വിവിധയിടങ്ങളിൽ സ്വീകരണവും വരവേൽപ്പും നൽകി. അഡ്വക്കേറ്റ് TS അജിത്ത്, അരവിന്ദൻ പല്ലത്ത്, R രവികുമാർ, പ്രതീഷ് ഓടാട്ട്, RV ജലീൽ, KP ഉദയൻ, ബാലൻ വാറനാട്ട്, CS സൂരജ്, KP റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായി LDF എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. നെല്ലുവായ് CATU ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടിയിൽ സമാപിച്ചു. വാദ്യമേളങ്ങൾ പ്രകടനത്തിന് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF വെസ്റ്റ് മേഖലാ കമ്മിറ്റി കൺവീനർ PT ദേവസി അധ്യക്ഷനായി. ചെയർമാൻ TK മനോജ് കുമാർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, NCP ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MM അബ്ദുൾ ജലീൽ, നാസർ ഹുസൈൻ, MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ, PK ഷാജൻ, S ബസന്തലാൽ, ജലീൽ ആദൂർ, KM അഷ്റഫ്, ഡോക്ടർ VC ബിനോജ്, സുമന സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. UK മണി, OB സുബ്രഹ്മണ്യൻ, TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, PC അബാൽമണി, PT ജോസഫ്, ദിവ്യ മനോജ്, NB ബിജു, നകുല പ്രമോദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മറ്റു വാർത്തയിലേക്ക്. പെരുമ്പിലാവ് പരുവക്കുന്ന് മഹല്ല് മദ്രസയിലെ വിദ്യാരംഭം വർണ്ണാഭമായി. നേരറിവ് നല്ല നാളേക്ക് എന്ന ശീർഷകത്തിൽ പരുവക്കുന്ന് മഹല്ല് ജമാഅത്ത് മദ്രസകളിൽ നടന്ന വിദ്യാരംഭത്തിന് ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് തുടക്കമായത്. മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ ബാഖവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി VK ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. സദർ മുവല്ലിം സുലൈമാൻ അസ്ഹരി, ഷിഹാബുദ്ദീൻ ബാഖവി എന്നിവർ സംസാരിച്ചു. മറ്റ് അധ്യാപകരും നിരവധി രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ ജ്ഞാനയജ്ഞം ആരംഭിച്ചു. ഏപ്രിൽ 28 വരെ നടക്കുന്ന യജ്ഞത്തിൽ ജയേഷ് ശർമ്മ കോഴിക്കോടാണ് യജ്ഞാചാര്യൻ. രാവിലെ 8-ന് കലവറ നിറയ്ക്കൽ, വൈകിട്ട് 5:30-ക്ക് ശ്രീമദ് ദേവി ഭാഗവത നവാഹ ജ്ഞാനയജ്ഞം ആരംഭം എന്നിവ നടന്നു. വരും ദിവസങ്ങളിൽ രാവിലെ ലളിതാ സഹസ്രനാമാർച്ചന, ഭാഗവത പാരായണം എന്നിവ നടക്കും. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാ ദിനവും പൂരമഹോത്സവവും ഞായറാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5-ന് നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം തുടങ്ങിയ ചടങ്ങുകളുണ്ടാകും. ക്ഷേത്രം തന്ത്രി താമറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും. 7 മണിക്ക് ഗുരുവായൂർ ജ്യോതിദാസിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതത്തിന്റെ അവതരണവുമുണ്ടാകും. രാവിലെ 9:30-ന് ഉച്ചപൂജയും തുടർന്ന് 11:30 മുതൽ 2 മണിവരെ ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ അന്നദാനവും നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തൂവാനൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തിടമ്പെഴുന്നള്ളിക്കും. ഗജവീരൻ വൈഷ്ണവ് കൃഷ്ണ ഭഗവതിയുടെ തിടമ്പേറ്റും. കലാനിലയം പ്രവീണിന്റെ പ്രമാണിത്വത്തിലൂടെ മേളത്തിന്റെ അകമ്പടിയോടെ ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 5:30 വരെ നടക്കൽ മേളം നടക്കും. വൈകിട്ട് 6:30-ന് ദീപാരാധനയും മേളത്തോടുകൂടി നടക്കൽ പറയുമുണ്ടാകും. 7 മണിക്ക് പ്രശസ്ത കലാകാരൻ മുരിയാട് ഗിരീഷും സംഘവും അവതരിപ്പിക്കുന്ന കളംപാട്ട്, 11:30-ന് മഹാഗുരുതി സമർപ്പണം, മംഗളപൂജ തുടങ്ങിയ ചടങ്ങുകളോടെ നട അടയ്ക്കും. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വെള്ളി, ശനി ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളുടെ അവതരണം നടന്നു. ക്ഷേത്രം മേൽശാന്തി നിഷാദ് ശാന്തി ചടങ്ങുകളിൽ സഹകാർമ്മികനാകും. ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, സെക്രട്ടറി CG നിഖിൽ, ട്രഷറർ PV അനിരുദ്ധൻ എന്നിവർ പൂരമഹോത്സവത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. റോഡിൽ നിന്നും കിട്ടിയ 12,000 രൂപയും രേഖകളും അടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായി ചാലിശ്ശേരിയിലെ ചുമട്ടുതൊഴിലാളികൾ. പട്ടാമ്പി റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നുമാണ് പണവും രേഖകളും അടങ്ങിയ പേഴ്സ് ചുമട്ടുതൊഴിലാളികളായ സന്തോഷ്, സുന്ദരൻ എന്നിവർക്ക് ലഭിച്ചത്. തുടർന്ന് പേഴ്സ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പേഴ്സ് പരിശോധിച്ചതിൽ നിന്നും ചാലിശ്ശേരി പെരുമണ്ണൂർ പഴയിടത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വിശ്വനാഥന്റേതാണെന്ന് മനസ്സിലായി. തുടർന്ന് സബ് ഇൻസ്പെക്ടർ VR റിനീഷ് വിശ്വനാഥനെ വിളിച്ചുവരുത്തി സ്റ്റേഷനിൽ വെച്ച് പേഴ്സ് കൈമാറി.
വീട് റിപ്പയറിംഗിനായി കടം വാങ്ങിയ പണം തിരിച്ചു ലഭിച്ചതിൽ ചുമട്ടുതൊഴിലാളികളോടും പോലീസിനോടും വിശ്വനാഥൻ നന്ദി പറഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രജിത, പൊതുപ്രവർത്തകൻ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ ചുമട്ടുതൊഴിലാളികളുടെ സത്യസന്ധതയെ അഭിനന്ദിച്ചു. പുന്നയൂർ പഞ്ചായത്ത് മന്ദലാംകുന്ന് ബീച്ചിൽ കുട്ടികൾക്കുള്ള പാർക്ക് അവധി ദിനങ്ങളിലും അടഞ്ഞുകിടക്കുന്നു. നവീകരണത്തിന്റെ പേരിലാണ് പാർക്കിന്റെ പ്രവർത്തനം സ്തംഭിച്ചത്. 2017 ജില്ലാ പഞ്ചായത്തിന്റെയും പുന്നയൂർ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കോവിഡ് കാലത്തിന്റെയും ചില സാങ്കേതിക കാരണങ്ങളാലും നിർമ്മാണം മന്ദഗതിയിലായെങ്കിലും തുടർ പ്രവർത്തനം ബാക്കി നിൽക്കെ ഉദ്ഘാടനം നടന്നിരുന്നു. പിന്നീട് ഫണ്ട് വിലയിരുത്തുകയും ഗേറ്റ് നിർമ്മാണം, കട്ടവിരിക്കൽ, കഫേ കൌണ്ടർ, ഇരിപ്പിടങ്ങൾ, അലങ്കാരച്ചെടികൾ വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നോക്കാൻ ആളില്ലാതെ ചെടികൾ ഉണങ്ങുകയും കഫേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തനം നടത്തുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയുമായി. എങ്കിലും ബീച്ചിലെത്തിയിരുന്ന കുട്ടികൾക്ക് പാർക്കിൽ കളിക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു. നിലവിൽ 30 ലക്ഷം രൂപ ചെലവിട്ടാണ് പാർക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിൽ 20 ലക്ഷം രൂപ കളി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും അലങ്കാര പ്രവൃത്തികൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപ ചിലവിൽ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടത്തിയത്. പഞ്ചായത്ത് 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. പുന്നയൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ബീച്ചാണ് മന്ദലാംകുന്ന്. ചെറിയ പെരുന്നാളിന് ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് കാർണിവൽ ഉദ്ഘാടനത്തിനോടൊപ്പം കുട്ടികളുടെ പാർക്കും തുറന്നുകൊടുക്കും എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് നടപ്പിലായില്ല. ചെറിയ പെരുന്നാളും വിഷുവും ബീച്ച് ഫെസ്റ്റിവലും നടക്കുമ്പോൾ നിരവധി പേരാണ് ബീച്ച് സന്ദർശനത്തിനെത്തിയത്. കഴിഞ്ഞ ദിവസം കുട്ടികൾ മതിൽ ചാടിക്കടന്ന് പാർക്കിലെത്തി വിനോദസമയം ആസ്വദിച്ചു. വീണ്ടും ഉദ്ഘാടനം നടത്താൻ തെരഞ്ഞെടുപ്പ് ചട്ടം അനുവദിക്കാത്തതിനാലാണ് പാർക്ക് തുറക്കാത്തത് എന്നാണ് സൂചന. അതേസമയം പാർക്കിൽ പുതുതായി വെച്ചുപിടിപ്പിച്ച അലങ്കാരച്ചെടികളും മറ്റും നശിച്ചുപോകും എന്ന കാരണത്താലാണ് കുട്ടികൾക്ക് ഇപ്പോൾ തുറന്നു കൊടുക്കാതിരിക്കുന്നത് എന്നാണ് അധികൃതരുടെ ഭാഷ്യം. CCTV ന്യൂസ്, പുന്നയൂർകുളം. 7 സ്റ്റാർ വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ്ബ് രക്ഷാധികാരി സാബു കുറ്റിക്കാട് സുര KM നോട്ടീസ് നൽകി പ്രകാശനം ചെയ്തു. ട്രഷറർ നിതീഷ്, എക്സിക്യൂട്ടീവ് മെമ്പർ ഹരിക്കുട്ടൻ, മുൻ മെമ്പർ പ്രജു KF എന്നിവർ നേതൃത്വം നൽകി. 8 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് ടൂർണമെന്റ് നടക്കുക. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്യും. പയ്യൂർക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വനിതാ സപ്താഹ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 20ാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഏപ്രിൽ 20 ശനിയാഴ്ച മുതൽ ഏപ്രിൽ 27 ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പയ്യൂർക്കാവ് ക്ഷേത്ര മേൽശാന്തി രാജൻ തിരുമേനി ഭദ്രദീപം തെളിയിച്ചതിനെ തുടർന്ന് യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ നാരായൺജി മുംബൈ 20ാമത്തെ സപ്താഹത്തിന് യജ്ഞാരംഭം കുറിച്ചു. തുടർന്നുള്ള എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8:30 വരെയും 9:15 മുതൽ 12:30 വരെയും ഉച്ചകഴിഞ്ഞ് 2 മുതൽ 6 വരെയും ഭാഗവത പാരായണവും പ്രഭാഷണവും ഉണ്ടായിരിക്കും. ഏപ്രിൽ 25-ാം തീയതി വ്യാഴാഴ്ച സപ്താഹത്തിന്റെ 5ാം ദിനത്തിൽ രുക്മിണി സ്വയംവരം ഘോഷയാത്ര ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി ദിവസവും പ്രസാദകൂട്ടുമുണ്ടാകും. ഏപ്രിൽ 27 ശനിയാഴ്ച സപ്താഹത്തിന് സമാപനമാകും. 2004 പയ്യൂർക്കാവിൽ വനിതകളുടെ നേതൃത്വത്തിൽ സപ്താഹ കമ്മിറ്റി ആരംഭിച്ച് സപ്താഹത്തിന് തുടക്കം കുറിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെത്തിയ പൂരപ്രേമികൾക്ക് സൗജന്യമായി മോരും വെള്ളം വിതരണം ചെയ്ത് കുമാർജി. വലിയ വഞ്ചിയിലാണ് മോരും വെള്ളം ഒരുക്കിയത്. 150 ലിറ്റർ തൈര് ഉപയോഗിച്ചാണ് മോര് കലക്കിയത്. 7 കിലോ വേപ്പില, 10 കിലോ പച്ചമുളക്, 7 കിലോ ഇഞ്ചി എന്നിവ വേണ്ടിവന്നു. പൂരാവേശത്തിൽ തളർന്ന ദേശക്കാർ മോരു കുടിച്ച് ആവേശത്തോടെയാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. പതിറ്റാണ്ടുകളായി കുമാർജിയുടെ നേതൃത്വത്തിൽ പൂരദിവസം മോര് വിതരണം ചെയ്തു വരുന്നുണ്ട്. ചാവക്കാട് ബേബി റോഡ് ഷാഡോ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈദ് വിഷു ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും. ചാവക്കാട് ഗോൾഡൻ ബീച്ച് ഗ്രൗണ്ടിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഗാനമേള, ഒപ്പന, സൂഫി ഡാൻസ് എന്നീ വിവിധ കലാപരിപാടികൾ കാണികൾക്ക് വിരുന്നായി. കുട്ടികൾക്കായും മുതിർന്നവർക്കായും കാർണിവൽ, ഫുഡ് കോർട്ട്, വിവിധ സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഷാഡോസ് പ്രസിഡന്റ് ഷെഫീഖ്, സെക്രട്ടറി സുമീർ, മറ്റംഗങ്ങളായ ഹസൻ അൽതാഫ്, നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി.
വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 22, 23 തീയതികളിലാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ. വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ ബിനീഷ് ചെമ്മണ്ണൂർ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. 22-ന് വൈകിട്ട് സന്ധ്യാ നമസ്കാരവും കൈമുത്തും നേർച്ചയും വാദ്യാഘോഷത്തോടെ എഴുന്നള്ളിപ്പും നടക്കും. 23-ന് കാലത്ത് 8 മണിക്ക് വിശുദ്ധ കുർബാനയും റാസയും കൈമുത്തും പൊതുസദ്യയും ഉണ്ടാകും. ചാവക്കാട് സിംഗേഴ്സ് അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് നിർവഹിച്ചു. ഇടയ്ക്ക വിദ്വാൻ, വേൾഡ് റെക്കോർഡ് ജേതാവ് കൂടിയായ ജ്യോതിദാസ് ഭദ്രദീപം കൊളുത്തി. ചാവക്കാട് സിംഗേഴ്സ് അക്കാദമി ചെയർമാൻ ബഷീർ കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനോജ് കളത്തിൽ, അക്കാദമിയുടെ മറ്റംഗങ്ങളായ കമറുദ്ദീൻ, കലാം, ലൈല റസാഖ്, ഷക്കീല, ഹാരിസ് തിരുവത്ത്, ജാഫർ മനാഫ് എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ വടക്കുമുറി മഹല്ല് കമ്മിറ്റി അംഗം മുട്ടിപ്പാലത്തിങ്ങൽ റഫീഖിന്റെ നിര്യാണത്തിൽ അനുസ്മരിച്ച് മഹല്ല് കമ്മിറ്റി അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. മസ്ജിദിൽ നടന്ന സദസ്സിൽ മഹല്ല് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എം ഹസൻകുട്ടി, മഹല്ല് ഖത്തീബ് കെ സുലൈമാൻ ദാരിമി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് മഹല്ല് ഖത്തീബ് കെ സുലൈമാൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് മാനങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി, സെക്രട്ടറി AK സൈദാലി, കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല് നിവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നവമാധ്യമ കാഴ്ച. ദേഷ്യം വന്നാൽ ചിലർ അവരല്ലാതായി മാറും. അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും അറിയാതെ വയലന്റായി നിൽക്കുക തന്നെ. ഗുരുവായൂരിൽ നിന്ന് സരസ്വതി നൽകിയ ദൃശ്യം. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം. അരിയന്നൂർ കണത്തേഴത്ത് പരേതനായ രാധാകൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് കോട്ടയ്ക്കൽ വെന്നിയൂർ കുണ്ടൂരുള്ള വീട്ടുവളപ്പിൽ നടക്കും. ഷൈനി ഭാര്യയും രേവതി മകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കുംനാഥൻ സാക്ഷി. ദേവതമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ഇനി അടുത്ത പൂരം വരെ കാത്തിരിപ്പ്. അടുത്ത വർഷത്തെ തൃശൂർ പൂരം 2025 മെയ് 6-ന്. തീയതി തീരുമാനിച്ചത് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ സംയുക്തമായി. തൃശൂർ പൂരത്തിലുണ്ടായ പ്രതിസന്ധി പൂരപ്രേമികളെ വലച്ചു. വെടിക്കെട്ട് നടന്നത് രാവിലെ 7 മണിയോടെ. പോലീസിന്റെ ബലപ്രയോഗം അതിരുവിട്ടതോടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചു. പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ജുഡീഷ്യറി അന്വേഷണം നടത്തണമെന്ന് കെ മുരളീധരൻ. കാളി ദാരിക യുദ്ധത്തിന്റെ നേർക്കാഴ്ച കാണികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം സമാപിച്ചു. കാളിയെ പേടിച്ചോടി ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് ആദ്യ ദിവസത്തെ ചടങ്ങുകൾ അവസാനിച്ചത്. ഞായറാഴ്ച രാവിലെ പ്രതീകാത്മക ദാരിക വധത്തോടെ കാട്ടകാമ്പാൽ പൂരാഘോഷത്തിന് കൊടിയിറങ്ങും. പുന്നയൂർ പഞ്ചായത്ത് മന്ദലാംകുന്ന് ബീച്ചിൽ കുട്ടികൾക്കുള്ള പാർക്ക് അവധി ദിനങ്ങളിലും അടഞ്ഞുകിടക്കുന്നു. നവീകരണത്തിന്റെ പേരിലാണ് പാർക്കിന്റെ പ്രവർത്തനം സ്തംഭിച്ചത്. പ്രതിഷേധം ശക്തം. കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനു കൂടിയുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ദില്ലിയിൽ EDയുടെ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പരിഭവിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇരട്ടത്താപ്പെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.